വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയെ ശിവനെയാണ് കാണിക്കുന്നത്. ഒരു വഴിയോരത്താണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരു ചായക്കടയുടെ ഫ്രണ്ടിലാണ്. ശാലിനിയാണെങ്കിൽ ആ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ അടുത്ത ചായക്കടയിൽ നിന്ന് ചായ വാങ്ങിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ശാലിനിക്കും കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവിടുത്തെ ചായ നല്ലതാണ്, തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പമ്പ കിടക്കുമെന്ന് പറയുക. തുടർന്ന് ശാലിനി അത് കുടിക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ പറയുകയാണ്, ഇപ്പോൾ ശാലിനിയുടെ പ്രശ്നം കുഞ്ഞിനെ ആര് നോക്കും എന്നുള്ളതാണ് അല്ലേ എന്ന്. അന്നേരം എൻ്റെ ജോലിയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പ്രയാസം ഇല്ല, ഞാൻ നോക്കിയേനെ. പിന്നെ ശ്യാമയാണ് നോക്കേണ്ടത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ കൊണ്ടും പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഡേ കെയറോ അങ്ങനെ വല്ലതും ആശ്രയിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൊന്നിക്കാണെങ്കിൽ പൊന്നിയാണ് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ പൊന്നിക്ക് പിടിപ്പത് പണിയുണ്ട്, വീട്ടിലെ ജോലി, കുട്ടികളുടെ കാര്യം, പിന്നെ അച്ഛൻ്റെ ആവശ്യത്തിന് എല്ലാത്തിനും പോകണ്ടേ. അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുമ്പോൾ ഡേ കെയർ പോലെ ആശ്രയിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അത് പിന്നെ 3-4 വയസ്സായ കുട്ടികളാണെങ്കിൽ പിന്നെയും സമ്മതിക്കുക. ഇതിപ്പോൾ ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ അതിന് അത്ര പരിചരണമൊന്നും അവിടെ നിന്ന് കിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ കുഞ്ഞിനെ തൻ്റേതുപോലെ നോക്കുന്ന ഒരാളിനെ വേണം, അതല്ലേ വേണ്ടതെന്നിങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ ശിവൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ ശാലിനിയുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരാൻ ചോദിക്കുമ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ്സിന് തരാൻ പറയുകയാണ്. തുടർന്ന് ശാലിനി ഗ്ലാസ് കൊടുക്കുമ്പോൾ ശിവൻ ഗ്ലാസ് കൊടുത്ത് പൈസയും കൊടുത്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. അന്നേരം വണ്ടി കയറുമെന്ന് പറയുകയാണ്. അന്നേരം കയറുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി വണ്ടിയിലേക്ക് കയറിയിരുന്നുണ്ട് ഇരിക്കുകയാണ്. ശിവൻ വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ ആളാരാണെന്ന് പറഞ്ഞില്ല എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് ശിവൻ വണ്ടി എടുത്ത് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ആ ഒരു രാമേട്ടൻ്റെ വണ്ടിയിൽ, കാറിലാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം പപ്പിയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അന്നേരം പപ്പി കാറിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ ശ്യാമ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം പപ്പി മുളയെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിലും കവിളിലും ഒക്കെ മാറി മാറി മുത്തം വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ശാന്തയും കടയിൽ നിന്ന് അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. രാമേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, പിന്നെ പപ്പി പിന്നെ നിൻ്റെ മോള് തന്നെയാണ്, നിനക്ക് ഇങ്ങനെ അവളെ കാണാതെ വീർപ്പുമുട്ടി കഴിയേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിനക്ക് അവിടേക്ക് വരാം, നിന്നെയും രോഹിത്തിനെയും അടച്ച് പിണ്ടം വെച്ചിട്ടൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ഇവളെ കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വരാൻ കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവളെ കൂടി നഷ്ടപ്പെട്ടു, എനിക്ക് മനസ്സ് കൈവിട്ട പോലെ ആയിപ്പോയി, അതുകൊണ്ടാണ് പറയുമ്പോൾ, നീ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ നമ്മുടെ കുഞ്ഞനിയത്തിയല്ലേ, അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ മോള് വല്ലതും കഴിച്ചായിരുന്നോ എന്നിങ്ങനെ പപ്പിയോട് ചോദിക്കുകയാണ്. അന്നേരം കഴിച്ചു എന്ന് പറയുമ്പോൾ, എന്നാലും അമ്മ നല്ല കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പീരയൊക്കെ ഇട്ടതും ശർക്കരയൊക്കെ വെച്ച്, മോൾക്ക് ഇഷ്ടമല്ലേ, വാന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം പപ്പിയാണെങ്കിൽ ഇങ്ങനെ ശാലിനി നോക്കുന്നു. അന്നേരം ചെല്ലുമെന്ന് പറയുകയാണ്. തുടർന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, പപ്പിയെ കണ്ടപ്പോൾ ശ്യാമയ്ക്ക് വലിയ സന്തോഷമായെന്ന് പറയുകയാണ്. അന്നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടും, അതുകൊണ്ടാണ് അവളെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് മോളെ കടയിലേക്ക് ഇരിക്കുക, ഒരു ചായ കുടിക്കാമെന്നിങ്ങനെ ശാന്ത വിളിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ വേണ്ട, ഞാൻ ശാന്തേച്ചിയെ കൊണ്ട് വേറൊരു കാര്യം പറയാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ശാരികേച്ചിയുടെ കുഞ്ഞ് എന്നോടൊപ്പമുള്ളതാണ്, എന്നോടൊപ്പം ഉണ്ടെന്നറിയാമല്ലോ, അപ്പോൾ അതിനെ എനിക്ക് എപ്പോഴും നോക്കാനായിട്ട് കഴിയില്ല, അപ്പോൾ ശാന്തേച്ചി അവിടെ വന്ന് കുഞ്ഞിനെ നോക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ കടയിലെ കാര്യങ്ങളും ചോദിക്കുകയാണ്. അത് നമുക്ക് ചേച്ചിയെ കൊണ്ട് വിളിച്ച് നിർത്താം, കുഞ്ഞിൻ്റെ അടുത്ത് ആരെങ്കിലും നിർത്തിയാൽ പറ്റില്ലല്ലോ, നന്നായിട്ട് നോക്കുന്ന ആൾ വേണ്ടേന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എൻ്റെ ഭർത്താവിൻ്റെ കാര്യം മോൾക്കറിയാമല്ലോ, ഭയങ്കര ബഹളമാണ്, എവിടെയായാലും വന്ന് പൈസയ്ക്ക് വേണ്ടിയൊന്ന് ബഹളം ഉണ്ടാക്കും, അപ്പോൾ അവിടെ കൂടി വന്ന് പൈസ ചോദിച്ച് എനിക്ക് അവിടെ കൂടെ വന്ന് മാനം കെടാൻ വയ്യ, കുഞ്ഞിന് അതൊരു ഇതല്ലേ, നാണക്കേടല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതെന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ ഇവരുടെ കാറിൻ്റെ പുറകിൽ രാജേന്ദ്രൻ വന്ന് നിൽക്കുന്നുണ്ട്. രാജേന്ദ്രൻ ശാലിനി കാണുകയാണ്. അന്നേരം ശാന്തയും കാണുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു, പറഞ്ഞത് മൊത്തം കേട്ട് കാണുമെന്നിങ്ങനെ പിന്നെ ശാന്ത പറയുന്നുണ്ട്. അന്നേരം ഓടി രാജേന്ദ്രനാണെങ്കിൽ ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെയൊന്നുമില്ല ശാന്ത, നീ എന്താ പറയുന്നത്, മേഡം ഏൽപ്പിച്ച ജോലി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, പിന്നെ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറയും. അന്നേരം എന്തിനാ അവിടെ വന്ന് കുടിക്കാനായിട്ട്, ബഹളം പണം ചോദിക്കാനല്ലേ, ബഹളം ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ പറയുന്നത്, എവിടെന്നെങ്കിലും കാശൊപ്പിച്ച് കുടിക്കും, എന്നിട്ട് വന്ന് ബഹളം ഉണ്ടാക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, ഞാൻ കൂടി നിർത്തി, ഇനി ഒരു പ്രശ്നമില്ല മേഡം, ശാന്തയാണെങ്കിൽ മേഡം പറഞ്ഞ ജോലിക്ക് വന്നിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അവളെ അവിടെ കൊണ്ടുവന്ന് തരും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് രാജേന്ദ്രൻ്റെ സംസാരം കേട്ടിട്ട് ശാന്ത ഇങ്ങനെ ആകെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം അകത്ത് നിന്ന് പിന്നെ ശ്യാമയാണെങ്കിൽ പിന്നെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അകത്തേക്ക് പോയിട്ട് വരാമെന്ന്, നിങ്ങളൊരു തീരുമാനത്തിലെത്തെന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് പോവുകയാണ്. അന്നേരം രാമേട്ടനാണെങ്കിൽ ഇങ്ങനെ രാജേന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ശാലിനി അകത്ത് കയറിപ്പോയി നോക്കിയിട്ട് രാജേന്ദ്രൻ പറയുകയാണ്, നീ എന്താ പറയുന്നത്, മഹാലക്ഷ്മി വന്ന് കയറുമ്പോൾ നീ എന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ്, മഹാലക്ഷ്മി എന്ന് വെച്ചാൽ പണമാണ് വരുന്നത്, അത് നീ ഒരിക്കലും വിട്ട് കളയരുതെന്നൊക്കെ ഇങ്ങനെ പതുക്കെയാണ് ശാന്തയോട് പറയുന്നത്. പക്ഷേ ശാന്തയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ രാമേട്ടൻ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം അവിടെയാണെങ്കിൽ ആ ഒരു കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകാനും ഇല്ലാതാക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ രാജേന്ദ്രനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശാന്തയുടെ സഹായത്തോടെ കുഞ്ഞിനെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചാണ്, അപ്പോൾ പൈസ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് രാജേന്ദ്രൻ ഇങ്ങനെ കൂടെ കൂടിയിരിക്കുന്നത്.
ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരികയുടെ റൂമിൽ ഡോക്ടർ വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാരികയുടെ കാലിൻ്റെ എക്സ്റേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം കാലിന് മുട്ടിന് നല്ല വേദനയുണ്ടെന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ശാരികയ്ക്ക് ഭയങ്കര വേദന. അന്നേരം ശാരിക വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അതും കേട്ടുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ അവിടെ അകത്തേക്ക് വരുന്നത്. അന്നേരം എന്താ മോളെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം കാല് അനക്കാൻ വയ്യ, നല്ല വേദനയാണ് എന്നിങ്ങനെ ശാരിക പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, വാ പറയാമെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, പിന്നെ ശാരികയുടെ കാലിന് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സർജറി ചെയ്യണമെന്ന് പറയുകയാണ്. അത് ചെയ്താൽ മാത്രമേ ശാരികയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നെ ചെയ്തേ പറ്റുള്ളൂ, എങ്കിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ചെയ്യാമെന്ന് പറയുകയാണ്. അന്നേരം അത് ചെയ്യണമെങ്കിൽ കുറച്ച് പണച്ചിലവുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എത്ര വരുമെന്ന് ചോദിക്കുമ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപ ചിലവാകും. അത് ചെയ്താലേ ശാരികയ്ക്ക് നടക്കാനായിട്ട് കഴിയുകയുള്ളൂ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. അന്നേരം 2-2 ലക്ഷം രൂപ ഇതെങ്ങനെ ഒപ്പിക്കുമെന്നുള്ളൊരു പ്രാളത്തിലും വിഷമത്തിലും ഒക്കെ ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ശാന്തയുടെ വീടാണ്. അവിടെ ശാന്തയാണെങ്കിൽ അടുക്കള എന്തോ ആരൊക്കെ വെക്കുന്ന തിരക്കിലാണ്. രാജേന്ദ്രൻ ഇങ്ങനെ ഉമ്മറത്ത് നിൽക്കുന്നുണ്ട്. ഇവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അവിടെ ജോലിക്ക് പോയിപ്പിക്കണം, എന്നാലല്ലേ കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ. എടുത്ത് തരികയും വേണം, അതിന് എന്തെങ്കിലും വഴി പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു വയറുവേദന പോലെ രാജേന്ദ്രൻ കൊണ്ട് അഭിനയിച്ചിട്ട് അവിടെ കിടന്ന് ശാന്തയെന്ന് വിളിക്കുകയാണ്. അന്നേരം ശാന്ത വരുന്നുണ്ടെന്ന് എന്താ ചോദിക്കുമ്പോൾ വയറുവേദന, ഇരിക്കാനും നിൽക്കാനും വയ്യ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇഞ്ചി ചതച്ച് പോയി തരട്ടെ നിൽക്കുമ്പോൾ അതുകൊണ്ടൊന്നും മാറില്ല എന്ന് പറയുകയാണ്. എങ്കിൽ കട്ടനിട്ട് തരാം, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും നടക്കില്ല, എൻ്റെ വേദന നീ കാണുന്നില്ലേ, ലിവർ സിറോസിസാണ്, കരളൊക്കെ പഞ്ചറായിരിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടുത്തില്ല, ഇതിനുള്ള ചികിത്സ ഇവിടെ എങ്ങുമില്ല, അങ്ങ് കോയമ്പത്തൂരേ ഉള്ളൂ, അതിനുള്ള പണം പാങ്ങും പണവും നിൻ്റെ കയ്യിലുണ്ടോ, ഇല്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അസുഖം വന്നാൽ ചികിത്സിക്കണം, അതിന് പണം ചിന്തിച്ചിട്ട് കാര്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും നടക്കില്ലല്ലോ, ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും KSRTC ബസ്സിൽ അങ്ങോട്ട് ചെന്ന് കയറുക, അപ്പോൾ അവിടെ ഇടിച്ച് പടമായിട്ടിരിക്കും, അപ്പോൾ ഞാൻ മരിക്കുകയും ചെയ്യും, നിനക്ക് അതിനുള്ള പൈസയും കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്, നീ രക്ഷപ്പെടുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങൾ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ ആ ശാലിനി മേഡം പറഞ്ഞ ജോലിയില്ല, അതിന് അപ്പോൾ നമുക്ക് ചികിത്സയ്ക്കുള്ള പൈസ കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം അതിന് കൊട്ടക്കണക്കിന് പൈസയൊന്നും കിട്ടില്ല, നടപ്പനുസരിച്ചുള്ള തുക കൊച്ചിനെ നോക്കിയാൽ അത്രേ കിട്ടത്തുള്ളൂ എന്ന് പറയുകയാണ്. അത് കൊച്ചിനെ നോക്കിയാലല്ലേ, കൊച്ചിനെ ആർക്കെങ്കിലും എടുത്തു കൊടുത്താലോ എന്ന് പറയുകയാണ്. അതൊക്കെ വയറുവേദനയൊക്കെ അഭിനയിച്ചുകൊണ്ട് തന്നെ രാജേന്ദ്രൻ പറയുന്ന കൂടെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എടുത്തു കൊടുത്താലോ ചോദിക്കുകയാണ്. അന്നേരം അതെ, പിന്നെ ശാരികയുടെ കൊച്ച്, പിന്നെ അതിൻ്റെ അച്ഛനാണെങ്കിൽ വിദേശത്തല്ല, അതിൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ അതിന് ആവശ്യമില്ല, അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ആവശ്യമുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുക കിട്ടുകയും ചെയ്യും, ഇവരെ കൊണ്ട് നോക്കാനൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യവും നടക്കും, നമുക്ക് ചികിത്സയ്ക്കുള്ള പണവും കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് എങ്ങനെ അത് പറയാനായിട്ട് മനസ്സ് വന്നു എന്ന് ശാരദാമ്മയുടെ കൊച്ചുമകളാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ നോക്കാതിരുന്നപ്പോൾ പിന്നെ അവരാണ് നോക്കി, ശാരദാമ്മയാണ് ഇതുവരെ എത്തിച്ചത്, ഞാൻ മറക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചത്തോട്ടെ എന്നല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അസുഖം വന്ന് ചത്തോട്ടെ, നിനക്ക് വിവാഹമൊക്കെ കഴിക്കാമല്ലോ, ഭർത്താവിനോട് ഒരു സ്നേഹം ഇല്ലാത്തവളെന്ന് പറയുകയാണ്. അന്നേരം എന്തൊക്കെ ഈ അസുഖം ഞാനായിട്ട് വരുത്തി വെച്ചതല്ലോ, നിങ്ങൾ വരുത്തി വെച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ നിൻ്റെ ശാരദാമ്മയോട് കൊണ്ടുവന്ന് കാശ് തരാൻ പറയടി എന്നൊക്കെ രാജേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളില്ലാത്തപ്പോൾ അവർ തന്നെയാണ് എന്നെ നോക്കി, അതുകൊണ്ട് അതിൻ്റെ നന്ദി എന്തായാലും ഞാൻ കാണിക്കും, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് ശാന്തയങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം അതും പറ്റില്ല, ഇവളെ കൊണ്ട് സമ്മതിപ്പിച്ച് എന്തായാലും കുഞ്ഞിനെ എടുക്കാൻ പറ്റില്ല, ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്നിങ്ങനെ രാജേന്ദ്രൻ ചിന്തിക്കുകയാണ്. അന്നേരം അവിടെ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഒന്നുകിൽ എൻ്റെ കാശ് വേണം, അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് തരണം എന്നൊക്കെ ആദ്യമേ കൃഷ്ണൻകുട്ടി ഈ രാജേന്ദ്രനോട് പറയുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ രാത്രി തന്നെയാണ് ഗോപാലകൃഷ്ണനാണെങ്കിൽ വേലായുധനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മുറ്റത്തുനിന്ന് സംസാരിക്കുകയാണ്. അന്നേരം കുറച്ച് രഹസ്യമായ കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അന്നേരം നിനക്കറിയാമല്ലോ, എൻ്റെ മോള് ശാരിക ആക്സിഡൻറ്റ് പറ്റി ചികിത്സയിലാണ്, അപ്പോൾ കാലിനൊരു ഓപ്പറേഷൻ ചെയ്യണം, അതിന് കുറച്ച് പണം വേണം, അത് ചെയ്താലേ എഴുന്നേറ്റ് നടക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഉരല് ചെന്ന് മന്ദലത്തോട് പറയുന്ന പോലെയാണല്ലോ, എനിക്കും കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഒരാളുടെയൊക്കെ ചോദിച്ചിരിക്കണം, പക്ഷെ നമുക്കൊരാവശ്യം വന്നാൽ തരാനായിട്ട് ആരും കാണില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ഇത് എനിക്ക് കിട്ടിയേ മതി, ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു ബാധ്യതയായിട്ട്, അവൾ എണീറ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബാധ്യതയായിട്ട് മാറും, അതെനിക്ക് വലിയ വിഷമമാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു കളക്ടർ മോളുണ്ടല്ലോ, അവളോട് ചോദിക്കാൻ പാടില്ലേ എന്ന് പറയുകയാണ്. അന്നേരം ഈ മോളുടെ കുഞ്ഞിനെ നോക്കുന്ന ചുമതല അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടി ആകുമ്പോൾ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരാനായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മൾ എടുക്കണം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അടുത്തുനിന്ന് കിട്ടിയാൽ തൻ്റെ കാര്യവും നടക്കും, എൻ്റെ കാര്യവും നടക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് എൻ്റെ പഴയ
പണിക്ക് ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ നോക്കുമ്പോൾ മോഷണമെന്ന് പറയുകയാണ്. അന്നേരം ഈ പ്രായത്തിൽ മോഷ്ടിക്കാൻ, അതൊക്കെ പണ്ടത്തെ ചോരത്തിളപ്പിൽ ചെയ്തതല്ലേ, ഇപ്പോൾ ഒന്ന് ഓടാൻ പോലും പറ്റില്ല, പിന്നെ എങ്ങനെയാണ്? അന്നേരം തെളിവുകളും സാക്ഷികളും ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും നമ്മളെ തിരക്ക് വരാൻ പോണില്ല. ഈ പ്രായത്തിലല്ലേ നമ്മളൊരു ശവം മറവ് ചെയ്തത്, എന്നിട്ട് തെളിവെല്ലാം ഉണ്ടായ പോലീസോ ആരെങ്കിലും നമ്മളെ തിരക്ക് വന്നോ എന്നൊക്കെ പറയുകയാണ്. ആ കാര്യം പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ്റെ മുഖത്തൊരു ഭീതിയൊക്കെ വരുന്നുണ്ട്. അന്നേരം എന്നാലും ഇങ്ങനെ പറയുകയാണ്. അന്നേരം തൃക്കരിപ്പൂർ ശിവക്ഷേത്രം, അവിടുത്തെ കാണിക്ക വഞ്ചി എന്ന് പറയുകയാണ്. അന്നേരം അമ്പലത്തിലെ കാണിക്ക വഞ്ചി, അതും അകത്തിരിക്കുന്ന എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. അതിന് തനിക്ക് പണം വേണോ, കാര്യം നടക്കണോ, എങ്കിൽ ഇതേ വഴിയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. പകുതി സമ്മതത്തോടെ ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. ഈ സമയത്താണ് ശിവനാണെങ്കിൽ ബുള്ളറ്റിൽ വരുന്നത്. അന്നേരം ശിവനെ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒന്ന് ഒരുങ്ങുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ അച്ഛൻ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് വേലായുധം പറയുകയാണ്, നമ്മൾ പഴയകാല സുഹൃത്തുക്കളാണ്, എന്നെ കാണാനായിട്ട് വന്നതാണ് അല്ലേ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണനെ തട്ടുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. ഞാൻ അകത്തിരുന്ന് സംസാരിക്കാൻ വരുമെന്ന് വിളിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നോളാം, ശിവൻ കയറി പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശിവൻ അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം വേലായുധം പറയുകയാണ്, തനിക്ക് പണം വേണമെങ്കിൽ എൻ്റെ കൂടെ നിന്നേ മതിയാവുള്ളൂ, നമുക്ക് തൃക്കരിപ്പൂർ എന്ന് ഭഗവാനോട് കാര്യം പറയാം, ഭഗവാൻ നമ്മളെ സഹായിക്കാതിരിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ സമ്മതത്തോടെ ഗോപാലകൃഷ്ണൻ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.